സ്തുതി. MJTV സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബെൻസി സന്തോഷ്. പ്രധാന വാർത്തകൾ. അത്ഭുതങ്ങളുടെ ദൈവിക ശാസ്ത്രീയ വശങ്ങളെ എടുത്തു കാണിക്കുന്ന ചിത്രം മിറക്കിൾസ് പുറത്തിറങ്ങി. ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് ഭക്തി നിർഭരമായ തുടക്കം. മരിയ ഭക്തി ലോകത്തിൽ വർദ്ധിക്കുന്നുവെന്ന് പുതിയ കണ്ടെത്തൽ. വ്ളാഡിമിർ ഗീഗ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സഭയ്ക്ക് സമ്മാനിച്ച ദേവദാസൻ. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർ ജീവനെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിനും ഏർപ്പെടരുതെന്ന് ഫാദർ കെറോളസ്. വാർത്തകൾ വിശദമായി. അത്ഭുതങ്ങളുടെ ദൈവിക ശാസ്ത്രീയ വശങ്ങളെ എടുത്തു കാണിക്കുന്ന ചിത്രം മിറക്കിൾസ് പുറത്തിറങ്ങി. ഫാത്തിമയിലും മറ്റ് പല സ്ഥലങ്ങളിലും ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട സംഭവങ്ങളും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുമാണ് 30 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന മിറക്കിൾസ് എന്ന ഈ ചിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നത്. അത്ഭുതങ്ങളുടെ ശാസ്ത്രീയ വശങ്ങളെയും ദൈവശാസ്ത്ര വശങ്ങളെയും പറ്റി എടുത്തു പറയുന്ന ഈ ചിത്രം ദൈവജനത്തെ അത്ഭുതങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയും അതിലൂടെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു. 4 ഭാഗങ്ങളായി പൂർത്തിയാകുന്ന ഡോക്യുമെന്ററിയുടെ 1ാം ഭാഗമായ മിറക്കിൾസ് നിർമ്മിച്ചിരിക്കുന്ന സെന്റ് ആന്റണീസ് കമ്മ്യൂണിക്കേഷൻസ് ഇതിനു മുമ്പും നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. സഭയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ഈ ചിത്രം ഉപകാരപ്രദമായിരിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റൻ ഹോൾഡർ പറഞ്ഞു. ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് ഭക്തി നിർഭരമായ തുടക്കം. ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടിയേറ്റി. കാനഡ ആർച്ച് ബിഷപ്പ് മൈക്കിൾ മെൽഹൾ, മാർ ജേക്കബ് മുരിക്കൻ, മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ തുടങ്ങിയ ആത്മീയ പിതാക്കന്മാർ സന്നിഹിതരായിരുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ച മാലാഖയാണ് വിശുദ്ധ അൽഫോൻസാമയെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. തുടർന്നുള്ള വിശുദ്ധ കുർബാനയ്ക്ക് പാലാ രൂപത സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രധാന തിരുനാൾ ദിനമായ ജൂലൈ 28 വ്യാഴാഴ്ച പുലർച്ചെ 4 മണി മുതൽ രാത്രി 8:30 വരെ തുടർച്ചയായി വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. അന്നേ ദിവസം രാവിലെ 10 മണിക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. രാവിലെ 7:30 നേർച്ചയപ്പ വിതരണവും ഉച്ചയ്ക്ക് 12 തിരുനാൾ ജപമാല പ്രദക്ഷിണവും നടക്കും. മരിയ ഭക്തി ലോകത്തിൽ വർദ്ധിക്കുന്നുവെന്ന് പുതിയ കണ്ടെത്തൽ. മരിയ ഭക്തനായ ഫാദർ മാത്യു പിറ്റം ലോകമെമ്പാടുമുള്ള പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച അനുഭവങ്ങൾ കാത്തലിക് ഹെറാൾഡ് എന്ന ഓൺലൈൻ മാധ്യമത്തിൽ വിവരിക്കുന്നു. ലോകമെമ്പാടും മരിയ ഭക്തി വർദ്ധിച്ചു വരികയാണെന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് ദേവാലയങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഇതിൽ മാതാവിന്റെ നാമത്തിലുള്ള പ്രശസ്തമായ 4 ദേവാലയങ്ങൾ അദ്ദേഹം വിവരിക്കുന്നു. ഏറ്റവും ആദ്യം അദ്ദേഹം എടുത്തു പറയുന്നത് ഭാരതീയ ക്രൈസ്തവരുടെ അഭിമാനമായി നിലകൊള്ളുന്ന തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി പള്ളിയെക്കുറിച്ചാണ്. ഓസ്ട്രേലിയയിലെ പെൻറോസ് പാർക്ക്, സ്പെയിനിലെ വെലാൻസിയ, US-ലെ വിസ്കോസിൻ എന്നിവയാണ് മറ്റുള്ള ദേവാലയങ്ങൾ. പല സ്ഥലങ്ങളിലെ ദേവാലയങ്ങളും മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ടതാണെന്നും മറ്റുള്ളവ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ സംഭവിച്ച അത്ഭുതങ്ങളുടെ അടയാളം എന്നതിൻ്റെ നന്ദി സ്മാരകങ്ങളായി നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്ളാഡിമിർ ഗീഗ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സഭയ്ക്ക് സമ്മാനിച്ച ദേവദാസൻ. 4 പതിറ്റാണ്ട് നീണ്ട റൊമാനിയയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം കത്തോലിക്ക സഭയ്ക്ക് സമ്മാനിച്ചത് വിശ്വാസത്തെക്കാൾ വലുതായി സ്വാതന്ത്ര്യത്തെ കാണാൻ വിസമ്മതിച്ച ഒരു കൂട്ടം രക്തസാക്ഷികളെയായിരുന്നു. അവരിൽ പ്രധാനിയായിരുന്നു മോൺസിഞ്ഞൂർ വ്ളാഡിമിർ ഗീഗ. കമ്മ്യൂണിസ്റ്റ് തടവറയിൽ പീഡനമേറ്റ് വിശന്നു മരിച്ചു വീണ പുണ്യചരിതനായ വൈദികനാണ് ദേവദാസൻ വ്ളാഡിമിർ ഗീഗ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നശിപ്പിച്ചു കളഞ്ഞിട്ടും ദീർഘകാലത്തെ ഗവേഷണങ്ങൾക്കും പരിശോധനകൾക്കും ശേഷം സഭ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ അടുത്ത കാലത്ത് ചേർത്തിരുന്നു. റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ നടന്ന ചടങ്ങിന് വിശുദ്ധർക്കായുള്ള തിരുസംഘം തലവൻ കർദിനാൾ അമാറ്റോയാണ് നേതൃത്വം നൽകിയത്. ആഫ്രിക്കയിൽ സുവിശേഷ വിളക്കായി യുവദമ്പതികളും കുടുംബവും. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആലപ്പുഴ മാർസ്ലീവ ഫൊറോന പള്ളിയിലെ അംഗങ്ങളായ അനിയും മഞ്ജുവും ആഫ്രിക്കയിൽ ശുശ്രൂഷ ചെയ്യുവാൻ യാത്രയായി. ഫിയാത്ത് മിഷന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രത്യേക ശുശ്രൂഷകളിലാണ് ഈ വരുന്ന 6 ആഴ്ചകളിൽ അനിയും മഞ്ജുവും മക്കളും ശുശ്രൂഷ ചെയ്യുന്നത്. തീക്ഷ്ണമതിയായ ഈ യുവ കുടുംബനാഥൻ നാട്ടിലും വിദേശത്തും ഈശോ മിശിഹായിക്ക് വലിയ സാക്ഷ്യങ്ങളാണ് നൽകുന്നത്. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർ ജീവനെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടരുതെന്ന് ഫാദർ കെറോളസ്. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഏറ്റവും വലിയ കടമ ജീവൻ സംരക്ഷിക്കുകയാണെന്നും അത് നശിപ്പിക്കുവാൻ കൂട്ടുനിൽക്കുകയല്ലെന്നും ഫാദർ കെറോളസ് ബെറോമിയസ് ജക്കാർത്ത അതിരൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നവലോകത്തിൽ കത്തോലിക്ക ഡോക്ടർമാർ നേരിടുന്ന വെല്ലുവിളി എന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കത്തോലിക്ക വിശ്വാസികളുടെ ഏറ്റവും വലിയ കടമ ജീവൻ സംരക്ഷിക്കുക എന്നതാണെന്നും മനുഷ്യജീവന് ഹാനികരമായ ഒന്നും വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങൾക്ക് നേരെ നടക്കുന്ന ഒരാക്രമണത്തെയും ചെറുക്കുവാൻ സാധിക്കാത്ത ഗർഭസ്ഥ ശിശുക്കളെ കൊലപ്പെടുത്തുന്നത് മാരകമായ പാപമാണെന്നും യോഗ്യാകാർട്ടയിൽ കാത്തലിക് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ കൂടിയായ ഫാദർ കരോളസ് കൂട്ടിച്ചേർത്തു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മറിയമേ, എൻ്റെ അമ്മേ, നിന്നെക്കുറിച്ചുള്ള ദർശനങ്ങൾ എൻ്റെ കരളിൽ സുഗന്ധധൂപ ചുരുളുകളാണ്, രക്തബന്ധത്തെക്കാൾ അതിശക്തവും. അമ്മേ, നിന്റെ പേര് പോലൊരു ഇമ്പം ചെമ്മേ എൻ്റെ ചങ്കിലുമേകണമേ. കുടക്കീഴിലെന്ന പോൽ വിഷത്തുള്ളി വീഴാതെ, കൂടാരമെന്ന പോൽ പാപക്കാറ്റേശാതെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. ആവേ മരിയ, ആത്മാവിലും ഹല്ലേലൂയ എന്നാവിലും പാടി പാടി ആരാധിക്കാം, ദൂതർക്കൊപ്പം ആനന്ദിക്കാം, അമ്മയൊത്താരാധിക്കാം. മന്നാപേടകം മരിയൻ ഫോർത്ത്. പ്രാർത്ഥന ഉയരുന്നു പരിമളധൂപം പോൽ, മറിയത്തിൽ നിന്നും പ്രാർത്ഥന ഉയരുന്നു. വാർത്തകൾ തുടരുന്നു. ഫാദർ ടോം ഉഴുന്നാലിൻ്റെ മോചനത്തിനായി വത്തിക്കാൻ ഇടപെടുന്നു. സൗദി അറേബ്യൻ വികാരിയാത്ത് വഴിയാണ് വത്തിക്കാൻ ഫാദർ ടോം ഉഴുന്നാലിൻ്റെ മോചനത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഫാദർ ടോമിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നതായ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. നിലവിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ ട്വിറ്റർ ലിങ്കും പ്രസ്തുത മെസ്സേജുകളിൽ ഉണ്ടായിരുന്നു. പുറത്തു വന്നിരിക്കുന്ന വീഡിയോയുടെയും ചിത്രത്തിൻ്റെയും ആധികാരികതയിൽ സംശയമുണ്ടെന്ന് ബാംഗ്ലൂർ സെലേഷ്യൻ പ്രൊവിൻസ് അഭിപ്രായപ്പെട്ടു. ബഹുമാനപ്പെട്ട ടോം ഉഴുന്നാലിൽ അച്ഛനെ സംബന്ധിച്ച് പുതിയതായി പുറത്തു വന്ന വീഡിയോകൾ ശരിയാണെങ്കിലും അല്ലെങ്കിലും അവ ഓരോന്നും അച്ഛനു വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്ന് MJTV കണക്കാക്കുന്നു. അപകടത്തെ ജയിച്ച ജോജിയുടെ നാവിൽ അപൂർവ സുവിശേഷാനുഭവം. സഹനങ്ങളെ ദൈവസമ്മാനമായി കരുതി സന്തോഷ ജീവിതം നയിച്ചുകൊണ്ട് പത്തനംതിട്ട സ്വദേശി ജോജി ഭാരതീയ ക്രിസ്തീയ സമൂഹത്തിന് മാതൃകയാകുന്നു. സഹനങ്ങളെ ദൈവസമ്മാനമായി കരുതി സന്തോഷ ജീവിതം നയിച്ചുകൊണ്ട് പത്തനംതിട്ട സ്വദേശി ജോജി ഭാരതീയ ക്രൈസ്തവ സമൂഹത്തിന് മാതൃകയാകുന്നു. ജോജിയുടെ ജീവിതത്തിൽ യുവത്വം മുതൽ സഹനങ്ങളുടെ പരമ്പരകളായിരുന്നു. എങ്കിലും ആ സഹനങ്ങളെ ദൈവം അനുഗ്രഹങ്ങളാക്കിയെന്ന് ജോജി ലോകത്തോട് പറയുന്നു. സൗദിയിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ജോജി കലശലായ വയറുവേദനയെ തുടർന്ന് സുഹൃത്തുക്കളുടെ സഹായത്താൽ ആശുപത്രിയിലേക്ക് ഒരു ടാക്സിയിൽ പോകും വഴി മരുഭൂമിയുടെ നടുവിൽ നിർത്തിയിട്ട ട്രാഫിക് പോലീസിൻ്റെ വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തുടർന്ന് 2 മണിക്കൂർ രക്തം വാർന്ന് മരുഭൂമിയിൽ കിടന്ന ഇദ്ദേഹത്തെ ഒരു സൗദിക്കാരനാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. എന്നാൽ ജോജിയുടെ മരണം സ്ഥിരീകരിച്ച ഡോക്ടർ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റുവാൻ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഒരു മലയാളിയായ നേഴ്സിന് മനസ്സിലുണ്ടായ ഒരു വെളിപാടായിരുന്നു ജോജിയിൽ ജീവനുണ്ട് എന്ന്. അങ്ങനെ ആ നേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം വീണ്ടും വിശദമായ പരിശോധനകൾ നടത്തുകയും ജോജിയിൽ ജീവനുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു. ജോജിയുടെ പുനർജന്മത്തിൽ ഡോക്ടേഴ്സ് പോലും അത്ഭുതപ്പെട്ടു. ഏറെക്കുറെ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് വന്ന ജോജി ജീവിത പങ്കാളിയുമായുള്ള ഒരു യാത്രാമധ്യേ വീണ്ടും മറ്റൊരു അപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൽ ജോജിയുടെ തോളല് പൊട്ടുകയും വാഹനം തകരുകയും ചെയ്തു. ഈ അപകടത്തെ തുടർന്ന് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടെങ്കിലും സഹനങ്ങളെല്ലാം കുറവയെന്ന് കരുതുകയും പ്രസംഗിക്കുകയും ചെയ്യുകയാണ് ജോജി. പത്തനംതിട്ട മണ്ണാരക്കുളത്തി മാർ ബെസിലിയൂസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവക അംഗമായ ഇദ്ദേഹം ഇപ്പോൾ വിവിധ രചനകളിലൂടെയും ധ്യാന കൺവെൻഷൻ പ്രസംഗങ്ങളിലൂടെയും തനിക്കുണ്ടായ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. ന്യൂസ് ഡെസ്ക് MJTV. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അത്ഭുതങ്ങളുടെ ദൈവിക ശാസ്ത്രീയ വശങ്ങളെ എടുത്തു കാണിക്കുന്ന ചിത്രം മിറക്കിൾസ് പുറത്തിറങ്ങി. ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് ഭക്തി നിർഭരമായ തുടക്കം. പ്രധാന തിരുനാൾ ജൂലൈ 28-ന്. മരിയ ഭക്തി ലോകത്തിൽ വർദ്ധിക്കുന്നുവെന്ന് പുതിയ കണ്ടെത്തൽ. വ്ളാഡിമിർ ഗിഗ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സഭയ്ക്ക് സമ്മാനിച്ച ദേവദാസൻ.
ഫാദർ ടോം ഉഴുന്നാലിനെ മോചിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി വത്തിക്കാൻ. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ശനിയാഴ്ച രാത്രി 8:30. ദൈവത്തിന് സ്തുതി.